കാപ്പ ചുമത്തി നാടുകടത്തിയ യുവാവും സുഹൃത്തും MDMA-യുമായി അറസ്റ്റിൽ. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി സുൽത്താൻ നൂറും സുഹൃത്ത് മുഹമ്മദ് അജ്മലുമാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 34.415 ഗ്രാം MDMA-യും പിടികൂടി. അനൂപ് ദാസ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനൂപ്, കാപ്പ ചുമത്തിയ പ്രതികളാണ് ഇവരിൽ നിന്നാണല്ലോ ഇപ്പോൾ ഈ മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെയും ഇവർക്ക് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു? വിശദാംശങ്ങൾ എന്താണ്? ഈ സുൽത്താൻ നൂറിനാണ് കാപ്പ ചുമത്തി നാട് കടത്തിയത്. ഇയാൾ നാട് കടത്തിയിട്ടും നിയമം ലംഘിച്ച് വീണ്ടും നാട്ടിലേക്ക് തുടർച്ചയായി വരുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ചെറുവണ്ണൂർ സ്വദേശിയായ സുൽത്താൻ നൂറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പരിശോധന നടത്തുമ്പോൾ സുൽത്താൻ നൂറിൻ്റെ സഹോദരൻ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അയാളെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ സുൽത്താൻ നൂറും സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് അജ്മലുമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 34 ഗ്രാം MDMA പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തത് വിതരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതായിരുന്നു എന്ന വിവരമാണ് പോലീസിനുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം, ഇവർ ആർക്കൊക്കെയാണ് ഈ MDMA നൽകുന്നത്, എവിടെ നിന്നാണ് ഇത് ഇവർക്ക് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ പോലീസുകാരൻ സിവിൽ പോലീസ് ഓഫീസർ വിനോദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് ചെറിയ പരിക്കുണ്ട്. പ്രവേശിച്ച ശേഷം പ്രാഥമിക ചികിത്സ നൽകി അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്.